ശസ്ത്രക്രിയയും രാസചികിത്സയും ഒക്കെ കഴിഞ്ഞ് വിജയകരമായി പൂർത്തിയാക്കി ഇപ്പോൾ ഒരു നന്ദി പ്രകടനം അല്ലെങ്കിൽ താൻ മുൻകാലങ്ങളിൽ ഈ രോഗഗ്രസ്തയാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഒരു റിക്കളക്ഷനാണ്, ഒരു ആത്മപരിശോധനയാണ് മനീഷ കൊയ്രാള അമരതാരം എന്ന പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നത്. ആത്മപരിശോധന എന്ന് പറഞ്ഞാൽ ബാല്യ കൗമാര കാലം മുതലുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങളും അവർ അതിനുശേഷം മുംബൈയിൽ വന്ന് അതിസുന്ദരിയായ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സുന്ദരിയായിട്ടുള്ള, വളരെയധികം കൗതുകങ്ങളുള്ള ഒരു നടിയായിട്ട്, കാതരയായ ഒരു നടിയായിട്ട് ജീവിക്കുന്നു. അവരുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു കുതൂഹല, ഒരു അന്വേഷണ ത്വരയുള്ളൊരു കണ്ണുകളുള്ള, വളരെയധികം മിന്നിമായുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന, ഇന്ത്യയിലെയും ഹിന്ദി സിനിമയും എല്ലാം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്കെല്ലാം വളരെയധികം കൗതുകത്തോടുകൂടി എല്ലാവർക്കും തന്നെ ഇഷ്ടം തോന്നുന്ന ഒരു നടിയായിട്ട് അവർ ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളെ എല്ലാം തന്നെ പാടെ തകർത്തുകൊണ്ട്, അവരുടെ മാനസികാവസ്ഥയെല്ലാം തകർത്തുകൊണ്ട് വന്ന ഈ ഫെയ്റ്റൽ സിക്നസ്, ഇത്രയും മോർട്ടലായിട്ടുള്ള ഭീകരമായ മരണതുല്യമായ വേദനകൾ അനുഭവിച്ച ഒരു സാഹചര്യമായിട്ടുള്ള ഗർഭാശയ അർബുദത്തിൽ നിന്ന് അവർ വിജയിച്ചു. അവർ ചികിത്സയിലൂടെ വിജയിച്ചു, നേടി എന്ന് പറയുമ്പോഴും അവരുടെ ആത്മബലം ഒന്നുകൊണ്ടാണ് ഇത് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞു എന്ന് ഡോക്ടർമാരൊക്കെ അവരോട് പറയുന്നുണ്ട്. അവരെ ചികിത്സിച്ച ഡോക്ടർമാർ പറയുന്നുണ്ട്, ഡോക്ടർ വിക്കി മാക്കറും ഡോക്ടർ ഡെന്നിസ് സിയും. അപ്പോൾ അതൊക്കെ തന്നെ അവർ നിൽക്കുമ്പോൾ അവർ ചികിത്സ പൂർണ്ണമായി ഫലിച്ചു എന്ന് കഴിയുമ്പോഴേക്കും അവർ ചെന്നൈയിലെ ഏകതാ സർവകലാശാല, വൺനെസ് യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ അവർ പോകുന്നു. അവിടെ അവിടുത്തെ ആത്മീയമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, ധ്യാനനിരതയാകുന്നു, ആത്മപരിശോധനയ്ക്ക് ഒരുപാട് സ്വച്ഛന്തമായിട്ടിരിക്കുവാൻ, സ്വാസ്ഥ്യത്തോടെ ഇരിക്കുവാനുള്ള അവസരം അവിടെ കിട്ടുന്നു. അവിടെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ അവർ അവിടെ ഇരുന്ന് അത്തരത്തിലുള്ള ആത്മപരിശോധന നടത്തുന്നു. അവർക്ക് കിട്ടിയിരിക്കുന്ന അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിൽ നിന്നും അത്തരത്തിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുന്ന പ്രഭാഷണങ്ങൾ അവരെ കൂടുതൽ ശക്തയാക്കി, കൂടുതൽ അവർ എന്തായിരുന്നു അവരുടെ കഴിഞ്ഞ കാലത്ത് ജീവിതം, ഈ ക്യാൻസർ ബാധ ആകുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിതം, അപ്പോൾ അവരതിനകത്ത് പലതും അവർ കണ്ടെത്തുന്നുണ്ട്. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, വളരെ റെക്ലെസ് ആയിരുന്നു, ഒരു അച്ചടക്കവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള അച്ചടക്ക രാഹിത്യമല്ല, സ്വയം വ്യക്തിയിൽ പാലിക്കേണ്ട, വ്യക്തിയുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില അച്ചടക്ക രാഹിത്യത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നു. അവർ അതെല്ലാം തന്നെ അതൊരു നിഷേധാത്മകമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു റിക്കളക്ഷൻ, അവരുടെ ആത്മപരിശോധനയാണ് അവർ ഈ അമരതാരത്തിൽ തുടർന്നുള്ള അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത്. ഈ ആത്മപരിശോധനയിൽ അവരവരുടെ കുട്ടിക്കാലങ്ങൾ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവരത് പറയുന്നു. അത് കഴിഞ്ഞ് അവരൊരു സെലിബ്രിറ്റിയായി അറിയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും അതിൽ നിന്നും ഏറ്റവും അധികം സമ്പാദ്യങ്ങൾ വരെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നതെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യത്തിൽ അവർ വീണ്ടും അവരിലേക്ക് ഉൾവലിയുകയല്ല, അവരിലേക്ക് അവർ എന്തായിരുന്നു അവരെന്നും അവർക്ക് എന്തുകൊണ്ട് ഇതൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കുമ്പോൾ അവർ ഈ പറഞ്ഞ അച്ചടക്കരാഹിത്യം, സ്വയം ശരീരത്തിൽ ജീവിതത്തിൽ പാലിക്കാൻ കാര്യങ്ങൾ അതിൽ അച്ചടക്കം പാലിച്ചില്ല എന്നതുകൊണ്ടാണ് അവർക്കിതൊക്കെ വന്നത്. ശരീരത്തിൽ അവർക്ക് പോഷകസമ്പന്നമായ ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ അവർ മദ്യപിക്കുമായിരുന്നു, അങ്ങനെ അത്തരത്തിലുള്ള ഒരു ആഡംബര ജീവിതം നയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വഴിവിട്ട ജീവിതം എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഇതിനിടയ്ക്ക് അവർ വിവാഹിതയാകുന്നു, പക്ഷേ വിവാഹ ജീവിതം അങ്ങനെ അവർക്ക് തുടരാൻ പറ്റിയിട്ടില്ല. അതിനും ശേഷവും രോഗഗ്രസ്തയായി അതികഠിനമായ വേദനയോടുകൂടി സർജറിക്ക് വിധേയമാകുന്ന ആ ഒരു പീരീഡിൽ പോലും ഈ സ്ലോവൻ കെറ്ററിംഗ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും ഒരു കാമുകനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ കാമുകനെക്കുറിച്ച് അവർ പറയുന്നത് അയാളെ ഇഷ്ടമാണ്. ഇവർ വളരെ കാതരയായ ഒരു സ്ത്രീയാണ്, വളരെ ദുർബലയായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. ആരെ സമീപിച്ചാലും അവരെ എല്ലാവരും അപ്പാടെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരി ആയതുകൊണ്ട് ഈ സാഹചര്യത്തിലും അവരോട് താല്പര്യം കാണിച്ച് വന്ന് സ്നേഹം പ്രകടിപ്പിച്ച് അവരുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് സഹായം ചെയ്യാൻ വന്ന കാമുകനോട് ഒക്കെ അവർ സന്തോഷമായി തന്നെ നന്നായിട്ട് തന്നെ പെരുമാറുന്നു. പക്ഷേ അയാളോട് അവരങ്ങനെ പെരുമാറുമ്പോൾ തന്നെ അവർ അന്വേഷണത്തിൽ അറിയുന്നു, നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ഇപ്പോൾ അങ്ങനെ ഇല്ല, ബന്ധമില്ല എന്നൊക്കെ അദ്ദേഹം കള്ളം പറയുന്നു. ആ കള്ളമൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് പിന്നെ പ്രയാസമാകുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഇവരാരെയും വിശ്വസിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ്. വളരെ വളരെ സൗമനസ്യമുള്ള, വളരെ
എന്താ എളിമയുള്ള ഒരു സ്ത്രീയാണ് എന്ന് നമ്മൾ അതിനകത്തൊക്കെ കാണുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവരിങ്ങനെ ഈ വ്യാധിയിലൊക്കെ പെടുന്നതിന് മുമ്പ് അവർക്ക് ഈ പറഞ്ഞ സ്വയം മനസ്സിനെയും ശരീരത്തെയും ദുർവിനിയോഗം ചെയ്യുന്ന സാഹചര്യങ്ങളായിരുന്നു അവർക്ക് ഈ അസുഖത്തിനും ഈ തീവ്രത കൂടാനുള്ള കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അത്തരം മാനസികാവസ്ഥകളും അത്തരം സാഹചര്യങ്ങളും അവർ റിയലൈസ് ചെയ്യുന്നു, സ്വയം ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മനസ്സിനോടും ശരീരത്തോടും സ്വയം ശരീരത്തെയും സ്വന്തമായും മനസ്സിനെയും സ്നേഹിക്കാൻ പഠിക്കുക, സ്വയം സ്നേഹിക്കുക എന്നുള്ള പാഠമാണ് അതിനകത്ത് വേണ്ടത്. ആ സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ക്ഷതം വരുന്നതൊന്നും കേടുവരുന്നതൊന്നും ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കൂടാതെ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന, അതായത് അവർക്ക് അവരുടെ കാര്യം പറയുകയാണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയിരിക്കുന്ന പേരും പെരുമയും പണവും സൗഹൃദവും പിന്നെ അതുകൂടാതെ ഉള്ള വസ്ത്രം, ആഡംബരം, ജീവിക്കുവാനുള്ള വീടും സംവിധാനം, കാറ്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടുമ്പോഴും നമ്മൾ എളിമയുള്ളവരായിരിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത്തരം സാഹചര്യങ്ങളെയൊക്കെ തന്നെ നന്ദിയോടുകൂടി സ്മരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു നന്ദിയുടെ ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ഈ പറഞ്ഞ സെലിബ്രിറ്റി സ്റ്റേറ്റസും വെച്ചടി കയറ്റം നമ്മൾ പലതവണ പറഞ്ഞതാണ്. 80 സിനിമയോളം ബോളിവുഡിൽ അഭിനയിച്ചു, മലയാളത്തിൽ ഉൾപ്പെടെ അഭിനയിച്ചു. ഏഷ്യയിലും ഇന്ത്യയിലും ലോകത്തിലും ഒക്കെ തന്നെ പേരും പ്രശസ്തിയുള്ള നടിയായി ഒക്കെ മാറുമ്പോഴും അവരോട് തന്നെ അവരുടെ ശരീരത്തോടും അവരുടെ മാനസികാവസ്ഥയോടും അവരെന്ന് പറയുന്ന സ്വത്വത്തോടും നീതി പുലർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതം എപ്പോഴും മറ്റുള്ളവരോടും അവരോടും അനുകമ്പയോടുകൂടി പെരുമാറണം. ഒപ്പം സ്വയം സ്നേഹിക്കുക. സ്വയം ശരീരത്തെ പീഡിപ്പിക്കുന്ന, ശരീരത്തിന് താൽക്കാലികമായി നൽകുന്ന സുഖങ്ങളെ അങ്ങനെ നർച്ചർ ചെയ്യുക, അങ്ങനെ പരിപോഷിപ്പിക്കാതെ അതിന് ശരീരത്തിന് ആവശ്യമുള്ള സുഖങ്ങൾ മാത്രം, അതിന് നൈമിഷികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ ഇൻഡൾജ് ചെയ്യുക, ചില അരുതായ്മ ചെയ്യുക എന്നുള്ളതൊക്കെ ഉപേക്ഷിക്കുക. തുടർന്നുള്ള അങ്ങനെയുള്ള ഒരു റിയലൈസേഷനിലേക്കാണ് അവർ ഈ ഒണ്ണസ് സെൻറ്ററിൽ നിന്നും, ഒണ്ണസ് സർവകലാശാല, ഈ ഏകതാ സർവകലാശാലയിൽ നിന്നും അവർക്ക് മനസ്സിലായത്. അതുകൂടാതെ അവർക്ക് യോഗ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു, മനഃശാസ്ത്രജ്ഞരുണ്ടായിരുന്നു, അവരെ ചികിത്സിക്കാനും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും എങ്ങനെ സാഹചര്യങ്ങളോട് അനുനയിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള എല്ലാത്തിനുമുള്ള അതാണ് ആ ഒരു മാനസിക ചികിത്സയാണ് ഇപ്പോൾ അവർ കടന്നു വരുന്നത്. ഈ പറഞ്ഞ രോഗത്തെ അതിജീവിക്കുവാൻ വേണ്ടി നടത്തിയിരിക്കുന്ന വേദനയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടി നടത്തിയിരിക്കുന്ന ചികിത്സകൾക്കൊപ്പം അവർ മാനസികമായിട്ടും ഉള്ള ഒരു ചികിത്സ അവർ നേടുകയായിരുന്നു. അത് എല്ലാ അർത്ഥത്തിലുമാണ്. ആത്മീയവും ശാരീരികവും മാനസികവുമായിട്ടുള്ള മനഃശാസ്ത്രപരവുമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ യഥാർത്ഥത്തിൽ സ്വാംശീകരിക്കുന്നു, അവരത് ആർജിക്കുന്നു, അവർ സത്യസന്ധമായി അവരത് ഉൾക്കൊള്ളുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ട് അവർക്ക് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ വളരെ എളിമപ്പെട്ട് ശാന്തമായി ജീവിക്കുക, സ്വാസ്ഥ്യത എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ സ്വാസ്ഥ്യമായി ജീവിക്കുക, മനസ്സിനെ സ്വയം ഒരു സ്വാസ്ഥ്യത എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ വരുന്നതിൽ നിന്നും നമ്മൾ പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പോൾ അവർ പറയുന്നത് ഒരു ദുർവ്യയം ചെയ്ത ശരീരത്തെയും മനസ്സിനെയും സാഹചര്യത്തെയൊക്കെ ദുർവ്യയം ചെയ്ത ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഈ പറഞ്ഞ ഈ ടെർമിനൽ സിക്നസ് അല്ല, ഈ പറഞ്ഞ ഗർഭാശയ അർബുദം അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖം വന്നേക്കാൻ വരെ സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങളിലൂടെ അവർ നന്ദി കെട്ട ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിലൂടെ പ്രകൃതിയോടും ദൈവത്തോടും ഒക്കെ ഉള്ളൊരു നന്ദികേടാണ് ഈ ഇത്തരത്തിൽ ദുർവ്യയം ചെയ്യുക, അല്ലെങ്കിൽ ശരീരത്തിനെ അങ്ങനെ വിട്ടുകൊടുക്കുക, ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. അപ്പോൾ അതിൽ നിന്നെല്ലാമൊക്കെ മാറി ഇപ്പോൾ അവർ നോൺ വെജ് കഴിക്കുമായിരുന്നത് അതെല്ലാം മാറ്റി ഇപ്പോൾ വെജിറ്റേറിയനായി, പൂർണ്ണമായി വെജിറ്റേറിയനായി. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തി താല്പര്യങ്ങളാണ്. പക്ഷേ എത്രത്തോളം വെജിറ്റേറിയൻ ആകുന്നു, എത്രത്തോളം മദ്യപിക്കുന്നു, എത്രത്തോളം നോൺ വെജിറ്റേറിയൻ ആകുന്നു എന്നൊക്കെ ഉള്ളത് ഓരോ വ്യക്തികളുടെ ഇതാണ്. പക്ഷേ എന്തായാലും ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു ശിക്ഷ പോലെയാണ് അവരതിനെ കാണുന്നത്. മരണം ഭയപ്പെടാത്ത മനുഷ്യരില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ മരണത്തിന് തുല്യമായിട്ടുള്ളത് ഡോക്ടർ ഡെന്നിസ് ജിയും പറയുന്നുണ്ട്, ഗർഭാശയ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത് അതൊരു മരണശിക്ഷയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. അതിന് മനസ്സിനെ ശക്തിപ്പെടുത്തുക, നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുക, സ്വാസ്ഥ്യത്തോടെ ജീവിക്കുക തുടങ്ങിയ ഉപദേശങ്ങളോടുകൂടി അവരുടെ ജീവിതം ഇപ്പോഴും നല്ല സന്തോഷമായി തന്നെ അവർ ജീവിക്കുന്നു. അതുകൂടാതെ ഇത്തരം ഈ
ഈ പറഞ്ഞ പരമായിട്ടും ആത്മീയപരവുമായിട്ടുള്ള എല്ലാ കൗൺസിലിങ്ങും എല്ലാ ഉപദേശങ്ങളും അത്തരം എല്ലാ സാഹചര്യങ്ങളും അവർ നിഷ്ഠയോടുകൂടിയും ചിട്ടയോടുകൂടി പാലിക്കുമ്പോൾ ഈ അസുഖത്തിന് മുമ്പും ശസ്ത്രക്രിയയ്ക്കും രാസചികിത്സയ്ക്കും മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ 2 സിനിമകൾക്ക് അവർ കമ്മിറ്റ് ചെയ്തിരുന്നു. അത് ഒന്ന് ശ്യാമപ്രസാദിൻ്റെ ഇലക്ട്ര ആയിരുന്നു, മറ്റൊന്ന് ലെനിൻ രാജേന്ദ്രൻ, അദ്ദേഹം നിര്യാതനായി. ലെനിൻ രാജേന്ദ്രൻ്റെ മകരമഞ്ഞെന്നർ. ഇത് രണ്ടും തന്നെ അവർ ഈ അസുഖമെല്ലാം പൂർണ്ണമായും ഭേദമായതിന് ശേഷം വന്ന് അഭിനയിച്ചവരാണ്. അതെല്ലാം തന്നെ നല്ല സിനിമകളുമായിരുന്നു. വളരെയധികം ആകർഷകരമായിട്ടുള്ള രീതിയിലുള്ള ക്യാരക്ടറാണ് അവർ അവതരിപ്പിച്ചത്. അവരിപ്പോൾ ബോംബെയിൽ വളരെ നല്ല ശിഷ്ടകാലം നല്ല രീതിയിൽ ജീവിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.